السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. വതഅയ്യീനുൽ ഫർദി, ഫർദിനെ നിർണയിക്കലും ഷർത്താണ്. തുടങ്ങുമ്പോൾ തന്നെ ഫർദാണെങ്കിൽ ഫർദിനെ നിർണയിക്കണം. തക്ബീറത്തുൽ ഇഹ്റാം സഹിയാകാനുള്ള ഷർത്താണ് പറയുന്നത്. തഹ്രീമത്ത്, തക്ബീറത്തുൽ ഇഹ്റാം സഹിയാകാനുള്ള ഷർത്താണ്. ഫർദിനെ എന്ത് ചെയ്യണം? നിർണയിക്കണം. ഫർദാണെങ്കിൽ ഫർദ് തന്നെ കരുതണം. റക്അത്തിന്റെ എണ്ണമൊന്നും ഷർത്തില്ല. ഇപ്പോൾ ളുഹ്റ് അസ്റും മഗ്രിബൊക്കെ പലതും ഉണ്ടെങ്കിൽ അവിടെ ളുഹ്റാണ് എന്ന് പ്രത്യേകം കരുതണം. അപ്പോൾ സമയത്തിൻ്റെ ഫർദ് എന്ന് നിയത്ത് ചെയ്താലും മതി ഷാഫി മദ്ഹബിൽ, അല്ല ഹനഫി മദ്ഹബിൽ. ഫർദ് നിസ്കരിക്കുന്നു ളുഹ്റിൻ്റെ നേരത്ത് നിസ്കരിച്ചാൽ തന്നെ ളുഹ്റാവും. ഷാഫി മദ്ഹബിൽ ളുഹ്റെങ്കിൽ ളുഹ്റ് തന്നെ പറയണം. ഹനഫി മദ്ഹബിൽ പിന്നെ പല ഫർദുകൾ ഒരുമിച്ച് കൂടുമ്പോഴേ എന്താവുള്ളൂ, ളുഹ്റാണോ അസറാണോ എന്നൊക്കെ നിർണ്ണയിക്കൽ ഷർത്തുള്ളൂ. കാരണം ഫർദാണെന്ന് കരുതണം. ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതല്ലേ നമുക്ക് എടുക്കാനുള്ളത്? അതിനെയാണോ? അവിടം വരെയാ പറഞ്ഞു തോന്നി. അതിന് ഇച്ചിരി കൂടെ വായിച്ചായിരുന്നു, പിന്നെ ബാക്കി പിന്നോട്ടെന്ന് പറഞ്ഞു. തഹരീമത്തിൻ്റെ പറഞ്ഞു, നിയ്യത്തിൻ്റെ ഇടയിൽ പിരിയാൻ പാടില്ല. അക്ലി ഷുർബ് കലാമ് അത്തരം കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞു അല്ലേ? വൊളു എടുക്കണേനൊന്നും കുഴപ്പമില്ല നിയ്യത്ത് ചെയ്താട്ടിട്ടാ. അത് പ്രത്യേകത, നമ്മളത് ഉടനെ ഷർത്താണ്. നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും അന്വരിക്കുക എന്നുള്ള നിർബന്ധമാണ് ഷാഫി മദ്ഹബിൽ. ഇവിടെ പിരിയാൻ പാടില്ല എന്നുള്ളത് സാധാരണ രീതിയിലുള്ള ഒരു ചേർച്ചയെ നിർബന്ധമുള്ളൂ. ഓക്കെ, നിങ്ങൾ വീഡിയോ ഓഫാക്കിയാലേ. ഓഫാക്കണോ? അപ്പം നിന്നുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണമെന്ന് പറഞ്ഞു. റുക്കൂലേക്ക് കുനിയുന്നതിൻ്റെ മുമ്പാകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരാൾ നിസ്കാരത്തിൽ തുടരുകയാണെങ്കിൽ റുക്കൂലായിട്ട് പോരാ, റുക്കൂലേക്ക് കുനിയുന്നതിന് മേലെ തക്ബീർ ചെല്ലണം. റുക്കൂക്ക് പോയിട്ട് തക്ബീർ ചെയ്യാൻ പറ്റൂല. പിന്നെ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കുന്ന വിധത്തിൽ മൊഴിയണം എന്ന് പറഞ്ഞു. അന്നുത്തഖ്ബി താരിമത് ബിഹാസി യുസ്മിയോ നഫ്സഹു പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞതാണ്. പിന്നെ മുതാബഅത്തിനെ കരുതണം, മുഖ്തദി തുടരുന്ന ആള്. ഞാന് ആറാമത്തതാണ് ഫർദിനെ നിർണയിക്കണം എന്ന് പറഞ്ഞത്. തഅയ്യീനുൽ ഫർദ്. തഅയ്യീനുൽ ഫർദ് അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം ളുഹ്റാണെങ്കിൽ ളുഹ്റിൻ്റെ ഫർദ് അങ്ങനെ നിയത്ത് ചെയ്യണം. കാരണം ഫർദുകൾ ഒരുപാടുണ്ടല്ലോ. അഞ്ച് സമയത്തിൻ്റെ ഫർദ് എന്ന് കരുതിയാലും മതി എന്നർത്ഥം, എന്നാലും കുഴപ്പമില്ല. അപ്പം പിന്നെ നിർണയിച്ചല്ലോ, ഫർദിനെ നിർണയിച്ചല്ലോ. അതല്ലെങ്കിൽ ളുഹ്റ് അസ്ർ എന്ന രീതിയിൽ. പിന്നെ വാജിബിനെയും നിർണയിക്കണം. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഫാസിദാക്കി കഴിഞ്ഞാൽ ഖളാ വീട്ടൽ വാജിബാണ് ഹനഫി മദ്ഹബിൽ. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അസാധുവാക്കി കളഞ്ഞാൽ, ബാത്തിലാക്കി കളഞ്ഞാൽ ഖളാ വീട്ടൽ വാജിബാണ്. അപ്പോൾ അത് പറയണം. നേർച്ച, വിത്രൊക്കെ, തവാഫിൻ്റെ 2 റക്അത്തൊക്കെ. അപ്പോൾ വലിയ അസ്ബാബുകളെ കൊണ്ടാണല്ലോ വാജിബായ നിസ്കാരങ്ങൾ പലതുണ്ട്. അപ്പോൾ ഏത് വാജിബ് എന്ന് പറയാഞ്ഞാൽ അത് കിട്ടൂല. പെരുന്നാൾ നിസ്കാരമാണ്, വിത്റാണ് എന്നൊക്കെ പറയണം. പിന്നെ അറബി ഭാഷയിലാകണം എന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാഹു അക്ബർ എന്ന് പറയാം. എന്ന് പറയരുത്, അക്ബാർ എന്നൊന്നും പറയാൻ പാടില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിന്നെ ബിസ്മി ഒന്നും സുന്നത്തില്ല കേട്ടോ.
നിസ്കാരത്തിലെ നീയത്തോടെ വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്വല്ലി ഫർദു ദുഹരി എന്നും പറയാൻ നിൽക്കണ്ട. ചില ആൾക്കാരും കൊണ്ട് ഉഷാറ് കൂട്ടേ. വലാ യുസ്തറത്തു തഅയ്യീനു ഫി നഫിൽ, സുന്നത്തിൽ തഅയ്യീനൊന്നുമില്ല. അതെ 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 അതെ. സുന്നത്ത് നിസ്കാരത്തിൽ തഅയ്യീന് ഷർത്തില്ല. ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ വൽ ഖിയാമു, നിൽക്കലും ഫർദാണ്. ഫർദ് നിസ്കാരത്തിലും വാജിബായ നിസ്കാരങ്ങളിലും നിൽക്കണം. ഇതാണ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഫീ ഗൈരി നഫിൽ, സുന്നത്ത് നിസ്കാരം അല്ലാത്തതിൽ നിൽക്കൽ നിർബന്ധമാണ്. നിൽക്കാൻ കഴിയുന്ന ആൾക്ക് റുക്കു. ഒരാൾക്ക് നിൽക്കാൻ പറ്റും, പക്ഷെ സുജൂദ് ചെയ്യാൻ കഴിയില്ല നിൽക്കുകയാണെങ്കിൽ. അങ്ങനെ സാഹചര്യം വന്ന് എന്ത് ചെയ്യും? ഒരാൾക്ക് നിൽക്കാൻ കഴിയും, പക്ഷെ സുജൂദ് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ സാഹചര്യം വന്നാൽ അയാൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നിരിക്കലും നിന്നുകൊണ്ട് ആംഗ്യം കാണിക്കുക സുജൂദ്, അല്ലെങ്കിൽ പിന്നെ നിൽക്കണ്ട നിൽക്കുക, ഇരുന്നിട്ട് എന്ത് ചെയ്യുക? നിസ്കരിക്കുക. എന്നിട്ട് പൂർണ്ണമായിട്ട് സുജൂദ് ചെയ്യാം. ഈ രണ്ട് രീതി അയാൾക്ക് സ്വീകരിക്കാം. ഒന്നിക്കെ ഇരിക്കുക, അങ്ങോട്ട് പൂർണ്ണമായ സുജൂദ് ചെയ്യുക. നിൽക്കുകയാണെങ്കിൽ ഇരിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിലേ നിന്നുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് ഈ ആംഗ്യം കാണിച്ചാൽ മതി. അതല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുക. ഏതായാലും ബഹു റുക്നും മുത്തവക്കുൻ അലൈഹി ഫി ഗൈരി നഫ്ലി, സുന്നത്ത് നിസ്കാരം അല്ലാത്തതിലാണ് നിൽക്കൽ ഫർദായിട്ടുള്ളത്. ഷാഫി മദ്ഹബ് അങ്ങനെ തന്നെയാണ്. വൽ ഖിറാഅത്തു, ഖുർആൻ പാരായണം ചെയ്യൽ ഫർദാണ് നിസ്കാരത്തിൽ. സ്വന്തം ശരീരം കേൾക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം ചെയ്യണം. വലോ ഖറാ ആയത്തൻ, അത് ഒരായത്ത് പാരായണം ചെയ്താലും മതിയാകും. ഫാത്തിഹ നിർബന്ധം നമ്മൾ പറയുന്നില്ല. അള്ളാഹു പറഞ്ഞു ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്നല്ലേ ഖുർആനിൽ പറഞ്ഞത്. നിങ്ങൾക്ക് എളുപ്പമുള്ള കുറച്ച് ഖുർആൻ ഓതുക, ഓതാൻ എളുപ്പപ്പെടുന്നത് ഓതുക എന്നാ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓതൽ നിർബന്ധമെന്ന് കിട്ടി. നിസ്കാരത്തിന്റെ പുറത്ത് ഓതൽ നിർബന്ധമെന്ന് ആരും പറയുന്നില്ലല്ലോ. അപ്പൊ പിന്നെ നിസ്കാരത്തിലേക്കാണെന്നും കിട്ടി. ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്നുള്ള അംറല്ലേ, അംറു വുജൂബിനാണ്. എന്നാൽ നിസ്കാരത്തിന്റെ പുറത്ത് നിസ്കാരം അല്ലാത്തപ്പോഴും ഖുർആൻ ഓതൽ നിർബന്ധമാണ് എന്ന് ആരും പറയുന്നില്ല. അപ്പൊ പിന്നെ എന്ത് മനസ്സിലായി? അത് നിസ്കാരത്തിലാണ് എന്ന് മനസ്സിലായി. ആ മാ തയസ്സറ മിനൽ ഖുർആൻ ഏതാണ്? അത് ഏതും ആകാം എന്നാണ് ഹനഫി മദ്ഹബ് പറയുന്നത്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാൻ ലാ സ്വലാത്ത ഇല്ലാ ബിഖറാഅത്തിൻ, ഖുർആൻ പാരായണം അല്ലാതെ നിസ്കാരമല്ല എന്നൊരു ഹദീസുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയാൽ മതി. രണ്ട് കലിമത്തുള്ള സുമ്മ നളർ എന്നൊക്കെ അല്ലേ ആയത്ത് ഖുർആനിൽ, സുമ്മ നളർ എന്നൊക്കെ അല്ലേ മുദ്ദസ്സിർ സൂറത്തിൽ. അത് ഓതിയാൽ നിസ്കാരം സഹി. അതാണ് ഈ ഹനഫി മദ്ഹബ് നിസ്കരിക്കാൻ സുഖമാണ് പറഞ്ഞത്. നിസ്കരിക്കാനും ഇബാദത്തിനും ഒക്കെ സുഖ. എപ്പോഴാണ് ഫീ റക്കാത്തയിൽ ഫർദിന്റെ 2 റക്കാത്തിൽ, ഫർദ് നിസ്കാരത്തിന്റെ 2 റക്കാത്തിൽ, അത് ആദ്യത്തെ 2 റക്കാത്തായാലും വേണ്ടില്ല, പിന്നത്തെ 2 റക്കാത്തായാലും വേണ്ടില്ല. ഫീ റക്കാത്തയിൽ ഫർദ് നിസ്കാരത്തിന്റെ 3 റക്കാത്ത് ഉണ്ടാവാം, 4 റക്കാത്തിന്, അതിന്റെ ഏതെങ്കിലും 2 റക്കാത്തുകളിൽ 1 റക്കാത്തിൽ ഓതിയാൽ പോരാ എന്നർത്ഥം. ആ 2 റക്കാത്തിൽ ഓതണം. ഏതാണെങ്കിൽ 2 റക്കാത്തിൽ ഓതലോ. അത് ഷാഫി മദ്ഹബിൽ പറയുന്ന അതിന്, ഷാഫി മദ്ഹബിൽ ഇപ്പൊ 4 റക്കാത്തിൽ ഓതൽ നിർബന്ധമാണ്. അത് ഫാത്തിഹ ആയിരിക്കൽ നിർബന്ധമാണ്. ഇതിലിപ്പോ ഫർദിന്റെ 2 റക്കാത്തിൽ ഏതെങ്കിലും 2 റക്കാത്തുകളിൽ എന്നേ ഉള്ളൂ.
അത് ഫർദിന്റെ 2 റക്അത്തിലും ഇപ്പൊ കുല്ലിൻ നഫ്ലി സുന്നത്ത് നിസ്കാരത്തിന്റെ എല്ലാ റക്അത്തിലും പാടാം. കുല്ലിൻ നഫ്ലി സുന്നത്ത് നിസ്കാരത്തിന്റെ എല്ലാ റക്അത്തിലും എന്തെങ്കിലുമൊക്കെ ഓതണം. ഫർദ് നിസ്കാരത്തിൽ കുറച്ച് അളവുണ്ട്. പിന്നെ വൽ വിത്തിരി വിത്തിരി നിസ്കാരത്തിന്റെ എല്ലാ റക്അത്തിലും പാടാം. വലം യതായൻ ശൈഉം മിനൽ ഖുർആനി സിഹത്തി സ്വലാത്ത് നിസ്കാരം സഹിയാകുന്നതിന് ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നിർണിതമല്ല. ഓക്കെ, ഏതുദയ മതി. കേട്ടിട്ടുണ്ട്. വലായക്റൗൽ മൂത്തമ്മു ഇനി മഅ്മൂം എന്ത് ചെയ്യണ്ട, ഓതുക തന്നെ വേണ്ട. ബൽ യസ്തംതിഉ ഇമാം ഉറക്കനെ ഓതുമ്പോൾ അത് കേട്ടാൽ മതി. വയൻസിതു അവൻ പതുക്കി ഓതുമ്പോൾ മിണ്ടാതെ നിന്നാൽ മതി. ഇമാം ഉറക്കനെ ഓതുന്ന നിസ്കാരത്തിൽ അയാൾ കേട്ട് നിൽക്കുക, പതുക്കി ഓതുന്ന നിസ്കാരത്തിൽ അയാൾ കേട്ട് നിൽക്കാൻ കഴിയില്ല. യൻസിതു അയാൾ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ്. നിശബ്ദത പാലിക്കുക. അള്ളാഹ് പറഞ്ഞില്ലേ, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫസ്തമിഉ ലഹു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കുന്നുണ്ടെങ്കിൽ വഅൻസിതു നിങ്ങൾ മിണ്ടാതെ ശ്രദ്ധിച്ചിരിക്കണം. ഒന്നും മിണ്ടണ്ട, ഇൻസ്വാത്ത്. അപ്പൊ ഇമാമിന്റെ ഓത്ത് മതി എന്നാണ് ചുരുക്കത്തില്. ഇമാമിന്റെ ഓത്ത് മതി, മാമൂമിന് ഓത്ത് നിർബന്ധമില്ല എന്ന്. ശാഫിഈ മദ്ഹബില് ഇമാമിനും മഅ്മൂമിനും ഒക്കെ ഫാത്തിഹ ഓതാൻ നിർബന്ധമാണ്. ഇമാം ഓതിയാലും ഓതണം, അത് ഉറക്കിന് ഓതുന്ന നിസ്കാരത്തിനും വേണം, പതുക്കി ഓതുന്ന നിസ്കാരത്തിനും വേണം. മുത്തമ്മ എന്ന് പറഞ്ഞാൽ തുടർന്നു എന്നാണ്. ഇനി മഅ്മൂമ് ഫാത്തിഹ ഓതുകയാണ് നിൽക്കുക, കുരിഹ ദാലിക തഹരീമൻ, അത് ഹറാമാണ്. മഅ്മൂം ഫാത്തിഹ ഓതൽ ഏതാണ്? തഹരീമിന്റെ കറാഹത്താണ്. ഇനി അടുത്ത റുക്കൂ നിർബന്ധമാവുന്ന പറയണത്. അള്ളാഹ് പറഞ്ഞു ഇർക്കഊ എന്ന് ഖുർആൻ പറയണ്ടല്ലോ. തലയും മുതുകും കുനിക്കുന്നതിൻ്റെ പേരാണ് റുക്കൂ എന്നുള്ളത്. നമ്മുടെ ചന്തിക്ക് നേരെ തല വരുന്ന വിധത്തിൽ കുനിക്കുന്നതിനാണ് റുക്കൂ എന്ന് പറയാം. ഒക്കെ ഷർത്താണ്. ഇഫ്തറദു റുക്കൂ തന്നെ, റുക്കൂ ഫർദാണ്. ഈ ഹനഫി മദ്ഹബിലെ ഈ ആയത്തുകൾ വരുമ്പോൾ ഖബർ വാഹിദി നമ്മൾ സ്വീകരിക്കൂല. ഇപ്പൊ ലാ സ്വലാത്ത് ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബി, ഫാത്തിഹ അല്ലാതെ നിസ്കാരമില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഹദീസ് തന്നെ ഉണ്ടല്ലോ. അത് ഖബർ വാഹിദാണ്, മുത്തവാത്തിറായിട്ട് അറിയപ്പെട്ട ഹദീസല്ല. അപ്പൊ ഖുറാനിൽ വഖറഉമാ തയസ്സറ മിൻഹു ഖത്നിയായിട്ട് പറഞ്ഞും ചെയ്തല്ലോ, നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഓതിക്കോളി എന്ന് പറഞ്ഞും ചെയ്തല്ലോ. അതിന്റെ തേട്ടം എന്താ? ഫാത്തിഹ ആയാലും വേണ്ടില്ല, ഫാത്തിഹ അല്ലാത്തായാലും വേണ്ടില്ല, ഏതായാലും മതി എന്നാണല്ലോ. അപ്പൊ പിന്നെ ഈ ലാ സ്വലാത്ത് ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബി എന്നുള്ള പ്രബലമായ ഹദീസ് ഖബർ വാഹിദാണെന്ന് എനിക്ക് പറയാം. അപ്പൊ അത് ഫർദ് സ്ഥിരപ്പെടൂല. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാമല്ലോ. അതേ, ഞാൻ ചില ഷാഫിയാക്കളൊക്കെ ഇതുപോലെ നിന്റെയൊക്കെ എന്നാ നിസ്കാരപാടി
ഫാത്തിഹ ഇല്ലാതെ എന്നെ നിസ്കാരമാണെന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് പറയാമല്ലോ ഇത് മുത്തവാത്തിറായിട്ട് ഇല്ലാന്ന് പറയാമല്ലോ. അതെ അതെ, അങ്ങനെ കുറേ സംഭവമുണ്ട്. ഖുറാനിലതോട് വന്നു കഴിഞ്ഞാൽ ഫർദാണ്. പിന്നെ മറ്റ് ഖബർ വാഹിദല്ലേ, ഹദീസ് ഖബർ വാഹിദിനേക്കാൾ ഖുറാൻ്റെതിനല്ലേ മുന്തിക്കേണ്ടത് എന്നുള്ളൊരു വിഷയം എല്ലായിടത്തും വരും. നമ്മൾ പറയും അത് ഹദീസ് കൊണ്ട് അതിനെ വിശദീകരിച്ചതാണ്. ഫഖറഉമാ തയസ്സറ മിനൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ സംഗതി ഏതും ആവാം. പക്ഷെ ഹദീസ് കൊണ്ട് എന്തായിട്ടുണ്ട്, അതിനെ മുജ്മലിനെ നിർണയിച്ചു എന്നൊക്കെ നമ്മളങ്ങ് പറയും. അപ്പൊ ഫാത്തിഹ ഫർളല്ല എന്നർത്ഥം, വാജിബേ ആവുള്ളൂ എന്ന് ചുരുക്കം. ഫാത്തിഹ വാജിബേ ആവുള്ളൂ, ഫർളാവൂല. ഫർള് ഖുർആൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. നമ്മൾ ഫർളുകളെയാണല്ലോ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സുജൂദ് അടുത്തത്. എന്തിൻ്റെ മേലാണ് സുജൂദ് ചെയ്യേണ്ടത്? അലാമ യജിദു ഹജ്മഹു. സുജൂദ് ചെയ്യുന്നവൻ അവൻ്റെ തടി, അവൻ്റെ ഭാരം എത്തിക്കുന്നൊരു വസ്തുവിൻ്റെ മേൽ. ഹജ്മ്, ഹജ്മ് അവൻ്റെ തടി, അവൻ്റെ കനം അങ്ങോട്ട് കിട്ടണം എന്നർത്ഥം. ഹജ്മിനെ എത്തിക്കുന്ന, അവൻ്റെ തടിയെ എത്തിക്കുന്ന വസ്തുവിൻ്റെ മേൽ എത്തിക്കണം. അപ്പൊ ഒരു പഞ്ഞിന്റെ മേൽ സുജൂദ് ചെയ്തു, അവൻ്റെ കനം അതിൻ്റെ താഴോട്ട് പോകുന്നില്ല, അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താവൂല, ശരിയാവൂല. പഞ്ഞിയോ പരുത്തിൻ്റെ മേലൊക്കെ സുജൂദ്, തലയണൻ്റെ മേലൊക്കെ അവൻ്റെ കനം അതിൽ മേലേക്ക് എത്തണം, അതിമേക്ക് പോകണം. വലൗ ആലാ കഫി, അവൻ്റെ കൈയിന്മേൽ സുജൂദ് ചെയ്താലും മതിയാകും, കൈ വെച്ചിട്ട് സുജൂദ് ചെയ്താലും മതിയാകും. ഔ തറഫി സൗബിഹി, ഈ അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു തലയിൽ സുജൂദ് ചെയ്താലും മതിയാകും. തലപ്പാവ്, വസ്ത്രം, ഇതിൻ്റെയൊക്കെ തലക്ക് സുജൂദ് ചെയ്താലും മതിയാകും. ഷാഫിഈ മദ്ഹബിൽ മതിയാകൂല. ഷാഫിഈ മദ്ഹബിൽ കയ്യുമ്മലോ സുജൂദ് ചെയ്യുന്നതിൻ്റെ കൈ വെച്ചിട്ട് സുജൂദ് അതിന്മേൽ നെറ്റി വെക്കാൻ പറ്റില്ല. എപ്പോ ഇൻ തഹുറ മഹല്ലു വദഇഹി, അതൊക്കെ വെച്ച സ്ഥലം ശുദ്ധിയുള്ളതാണെങ്കിൽ അതും മതിയാകും. അല്ല നഹസിന്റെ മേലെ വെച്ചാൽ ശരിയാവില്ല. ഈ തലപ്പാവ് നെറ്റി മറഞ്ഞു കെട്ടി നമ്മൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ ശരിയാവില്ലല്ലോ അല്ലേ? ആ, ജബ്ഹത്ത് വെക്കണം എന്ന് അറിഞ്ഞില്ലേ? വതസ്തഖിറു അലൈഹി ജബ്ഹതുഹു, അവന്റെ നെറ്റിത്തടം സ്ഥിരമായി നിൽക്കുകയും സ്ഥിരപ്പെടുകയും ചെയ്യുന്ന വസ്തുവിന്റെ മേൽ അവന്റെ കനം എത്തുകയും അവന്റെ നെറ്റിത്തടം സ്ഥിരമായി നിൽക്കുകയും ചെയ്യുന്ന, സ്ഥിരപ്പെടുകയും ചെയ്യുന്ന വസ്തുവിന്റെ മേലും വെക്കണം. വലവല അംഫിഹി, തലപ്പാവ് കൊണ്ട് നെറ്റി മറിഞ്ഞ് ഭൂമിയിൽ സുജൂദ് ചെയ്താൽ ശരിയാവില്ല. തലപ്പാവിന്റെ തലയുടെ മേൽ വെക്കാനാൽ ഇപ്പോ നെറ്റിമേലല്ലല്ലോ ഉള്ളത്. ചിലര് ഈ തലപ്പാവ് വെട്ടുമ്പോ ഇങ്ങനെ നെറ്റി കാണാത്ത രീതിയിൽ കെട്ടുന്നുണ്ട്. അത് കുഴപ്പമില്ല. മറുണ്ടാകാൻ പറ്റുന്നോട് പറഞ്ഞില്ലല്ലോ അല്ലേ? പറ്റുന്ന മനസ്സിലാണ്. പറ്റുന്ന പറ്റൂലെന്നോ? അലാമ യജിദു ഹജ്മഹു വതസ്തഖിറു അലൈഹി ജബ്ഹതുഹു,
വലോ അലാ കഫിഹി ഔ തറഫി സൗബിഹി. ഇൻ ദഹറ മഹല്ലു വദഇഹി, അത് വെക്കുന്ന മഹല്ല് ത്വഹുറ ശുദ്ധിയുണ്ടെങ്കിൽ എന്നൊക്കെയാണ്. സഹിയാവുന്ന മനസ്സിലാണ്, പക്ഷെ കറാഹത്താണ്. തലയെക്കെട്ടിന്റെ ആ മടക്കുമലൊക്കെ സുജൂദിയിൽ, മടക്കിലൊക്കെ സുജൂദിയിൽ കറാഹത്താണ്. അത് കറാഹത്താണ്. തലയെക്കെട്ടൊക്കെ കെട്ടിയ ടൈമിൽ സുജൂദിയിൽ കറാഹത്താണ്. പറഞ്ഞു വെച്ചിട്ടുണ്ട്, തലപ്പാവ് പൊക്കി വെച്ചിട്ട് പൊക്കി വെച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വലഭ മിനംഫി, മൂക്കിൽ നിന്ന് ആ ഉറച്ച ഭാഗം കൊണ്ട് തന്നെ സുജൂദ് ചെയ്യണം. ആ മൂക്കിന്റെ ഏറ്റവും നൈസായ ഭാഗം കൊണ്ട് പോരാ. സ്വലഭ മിനംഫി, മൂക്കിൽ നിന്ന് ഉറച്ചത് കൊണ്ട് സുജൂദ് ചെയ്യണം ബന്ധമാണ്. വബിജബഹത്തി, നെറ്റി കൊണ്ടും. മൂക്കും വേണം നെറ്റി വേണം. ഷാഫി മദ്ഹബിൽ മൂക്കൊക്കെ നിർബന്ധമല്ല, ഹനഫി മദ്ഹബിൽ മൂക്കും ഒക്കെ നിർബന്ധമാണ്. മൂക്കിൽ നിന്ന് ഉറച്ച ഭാഗം ഉണ്ടല്ലോ, അങ്ങനെ ആ തലക്കലുള്ള കുറ്റിഭാഗം, തലക്കലല്ല, പക്ഷെ ഉറച്ച ഭാഗം ഉണ്ടല്ലോ, കുറച്ചുകൂടി മുകളിലേക്ക് കയറിയിട്ട് അവിടെ തന്നെ വെക്കണം. കുറച്ചുകൂടി അമർത്തി വെക്കേണ്ടി നടത്താം. ഒരാശി ഇഖ്തിസാറൻ ഫി, മൂക്ക് മാത്രം വെച്ചാൽ സ്വഹിയാകൂല. ഇല്ലാമിൻ ഉദിരിമ്പിൽ ജബ്ഹത്തി, നെറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒഴികെ. നെറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ മൂക്ക് മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ രണ്ടും വെക്കേണ്ടതാണ്. ഇനിയുണ്ട് സുജൂദിന് കുറേ ഷർത്തുകൾ. രണ്ട് കാൽപാദം ഉയരാൻ പാടില്ല, സുജൂദിന്റെ മഹല്ലിനേക്കാൾ ഉയരാൻ പാടില്ല, അങ്ങനെ കുറേ ഷർത്തുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്ത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് നൽകട്ടെ, പിഴവുകളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.